ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ ചമ്മന്തി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മാങ്ങ നന്നാക്കി എടുക്കാം. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളി അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ആദ്യം ഇതിൻ്റെ തോല് കളയണം, എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അത് നമുക്ക് തോല് കളയാം. ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് തോല് കളയുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനായിട്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എൻ്റെ ഈ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവാണ്, അതാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ മാങ്ങയുടെ തോരൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇച്ചിരി പുളി കുറഞ്ഞ മാങ്ങയാണ്. അപ്പോൾ ഞാൻ 2 എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയമായിരുന്നു അല്ലേ. അപ്പോൾ മാങ്ങയൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചോറിനൊക്കെ കൂട്ടി നോക്കുക. മാങ്ങാണ്ടിയൊക്കെ കളയാക്കാം. മാങ്ങാണ്ടി നമുക്ക് വേണ്ടല്ലോ ചമ്മന്തിക്ക്, നമുക്ക് മാങ്ങ മാത്രം മതി. ഇതേപോലെ തന്നെ മറ്റു മാങ്ങ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ആ മാങ്ങയും കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ വേണം. ഞാനിവിടെ ഒരു 10ൻ്റെ പാക്കറ്റ് ചെമ്മീൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കത്തി പോകരുത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല, വെറുതെ ഇങ്ങനെ വറുത്തെടുക്കണം ചെയ്യുന്നത്.
അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ തേങ്ങ ആദ്യം ഒന്ന് ചിരകിയെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഇത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇവിടെ മൊത്തം ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ അതാ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജാറിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ 2-3 ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മാങ്ങ നന്നാക്കിയതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് ചമ്മന്തിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് വെള്ളം ഒട്ടും ഉപയോഗിക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടി അടിക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കാതെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പും എരിവും ഒക്കെ പാകമാണ് കേട്ടോ. എല്ലാം നോക്കിയിട്ടുണ്ട്, എല്ലാം പാകമാണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.